നമസ്തേ. വിച്ഛിന്നാഭിഷേകമാണ് തുടങ്ങുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇച്ചിന്നാഭിഷേകം. അന്നേരമാദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറപ്പുണർന്നീലിന്നും, എന്തൊരു മൂലമതിനെന്തൊന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം പുക്കാനതിദ്രുതം. രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവരാജയ ജയ, ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ, എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ, ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയജയ സന്തതം, ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ, ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ, സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ, രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സ് ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്കയാൽ, അത്യന്തമാകുലനായിതു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ. എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ഞാനിക രാജീവലോചനേ പോകുന്നതെങ്ങനെ. എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ, സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം. എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ, താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ, സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവിടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്വാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ,
ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരമാരൂഢശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിലെളുതിനിത്താതന്നു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തൃ ദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടുപരം മമദത്തമായിട്ടുണ്ട് പണ്ടു നിന്താതനാൾ സന്തുഷ്ടചേതസ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയ നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവനെന്നതറിക നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനീ പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതിനില്ല സംശയം. മനസേ ഖേദമതിനില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊല്ലിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി തെറ്റില്ലെനിക്കെന്നറിക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉത്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാതം മയാധുനാ. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാളാദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നത് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതു ചെയ്തഭിഷേകം ഭരതനു ഞാനിനി. വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ.
സ്നേഹമെന്നെക്കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂരുവും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. സ്ത്രീജിതനായതി കാമുകനായോരു രാജാധമനാകും എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതും അകപ്പെടാ, അല്ലായിലെന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാരാ. ഗുണാംബുധേ രാഘവ. പൃഥ്വിപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ, ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുട ദീർഘമായി വീർക്കയും. ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ. ആശ്ലേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായ്കയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം, ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവു കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പൊക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താദരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൾ. രാമനുപഗതനായതു കണ്ടിലേ ഭൂമിപാലപ്രിയേ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലുരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരതള ശ്യാമകളേബരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നീടു പുജിപ്പതിനാശു നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയപുത്രിയാം അമ്മയ്ക്കും അൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതുമെന്നെ വനത്തിനയക്കെന്നു മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ.
പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചതു കൈകേകിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു തെറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതൻ നിയോഗിക്ക ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നോടെ വാചാഗമിക്കുന്നതാകിലോ ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശവും പിന്നെ മുടിഞ്ഞുപോം തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാൽ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതും ഇതിന്നു ശോകിപ്പതിനന്തർമുദാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷാദത്തമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു സുന്ദരനിന്ദിരാ മന്ദിരവത്സനാനന്ദസ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദ്യാഘ്രി യുഗ്മാരമിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനന ഇന്ദു ചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദാരൂപമൻ. രാമാഭിഷേകമാണ് എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും രാജാവിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മന്ത്രിയായ സുമന്ത്രർ രാജകൊട്ടാരത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ ദീനനായി നിലത്ത് വീണ് കിടക്കുന്ന രാജാവിനെ കണ്ട് എന്തു പറ്റി എന്നന്വേഷിച്ചു. രാത്രി മുഴുവൻ ഉറങ്ങാതെ രാമ രാമ എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു അദ്ദേഹം. വേഗം പോയി രാമനെ വിളിച്ചുകൊണ്ട് വരൂ എന്ന് കൈകേയി പറഞ്ഞു. അത് പക്ഷേ രാജാവ് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും രാജാവ് തന്നെ പറഞ്ഞു, പോയി രാമനെ വിളിച്ചുകൊണ്ട് വരൂ. സുമന്ത്രർ ഉടൻ തന്നെ ചെന്ന് രാമനെ വിളിച്ചു കൊണ്ടുവന്നു. രാമനെ കണ്ട് എഴുന്നേൽക്കാൻ ആഞ്ഞ രാജാവ് അവിടെ തന്നെ ബോധമറ്റ് വീണുപോയി. രാമൻ സംഭ്രമിച്ച് ഓടിച്ചെന്ന് പിടിച്ച് മടിയിൽ കിടത്തി. എന്തേ അച്ഛന് സംഭവിച്ചത് എന്നന്വേഷിച്ചു. കൈകേയി വെട്ടിത്തുറന്ന് തന്നെ കാര്യങ്ങൾ പറയുന്നു. അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം നീയാണ്. നിനക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. എനിക്കദ്ദേഹം 2 വരം തന്നിരുന്നു, വാഗ്ദത്തം ചെയ്തിരുന്നു. അത് ഇന്ന് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത് നിന്നെ സംബന്ധിച്ച കാര്യമാണ്. അത് നിന്നോട് പറയാനുള്ള വിഷമം കൊണ്ടാണ് പിതാവ് ദുഃഖിക്കുന്നത്. രാമൻ ആകെ വിവശനായിപ്പോയി. എന്തിനിങ്ങനെയൊക്കെ പറയുന്നു? അച്ഛന് വേണ്ടി അമ്മയെയോ സീതയെയോ ലക്ഷ്മണനെയോ രാജ്യമോ എൻ്റെ ജീവനെ തന്നെയും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണല്ലോ അമ്മേ. തീയിൽ ചാടണോ, വിഷം കുടിക്കണോ, എന്തും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്യുന്നു. അത് കേട്ട് കൈകേയിക്ക് സമാധാനമായി. ഉടനെ തന്നെ
വരങ്ങളെന്തെന്ന് അറിയിച്ചു. എന്താ? നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സംഭാരങ്ങളെല്ലാം കൊണ്ട് ഭരതന് അഭിഷേകം നടത്തണം. നീ കാട്ടിൽ 14 വർഷം വനവാസത്തിന് പോകണം. കേട്ട ഉടൻ തന്നെ രാമൻ സമ്മതിച്ചു. ഉടൻ ഭരതനെ വിളിച്ചോളൂ, അവൻ നാട് ഭരിച്ചോളൂ. അവനതിന് പ്രാപ്തനാണ്. നാടുപേക്ഷിക്കാൻ ഞാനും പ്രാപ്തനാണ്. ഇതെന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അച്ഛൻ എന്തിനിങ്ങനെ ദുഃഖിക്കുന്നു? എന്നോട് നേരിട്ട് പറയാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രാമൻ പറഞ്ഞു. ഇതെല്ലാം കേട്ട ദശരഥൻ ആർത്ത് കരഞ്ഞു. മോനെ, സ്ത്രീജിതനായി എന്നെ പിടിച്ചു ബന്ധിച്ചിട്ട് നീ രാജ്യാഭിഷേകം നടത്തിക്കൊള്ളൂ, നിനക്കൊരു ദോഷവും വരില്ല എന്നൊക്കെ പറഞ്ഞ് പിതാവ്, എന്നെ പിരിഞ്ഞ് നീ കാട്ടിൽ പോയാൽ എന്തു ചെയ്യുമെന്നെല്ലാം പറഞ്ഞ് ആർത്തലച്ച് കരയുന്ന പിതാവിനെ രാമൻ സമാധാനിപ്പിച്ചു. ഭരതൻ നാടും ഞാൻ കാടും വാണുകൊള്ളാം. നാട് വാഴുക എന്നത് എത്ര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അതാണ് അമ്മ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതല്ലേ എന്നെല്ലാം പറഞ്ഞ് അമ്മയോടും സീതയോടും പറഞ്ഞിട്ട് ഞാനിതാ വരുന്നു, ഇന്ന് തന്നെ പുറപ്പെടാം എന്ന് പറഞ്ഞ് രാമൻ കൗസല്യാദേവിയെ കണ്ട് യാത്ര പറയാനെത്തി. ഇന്നത്തെ അഭിഷേകത്തിന് പ്രത്യേക പൂജയെല്ലാം ഒരുക്കിയ കൗസല്യ ഇത് കേട്ട് ബോധഹീനിയായി വീണുപോയി. ഉണർന്നിട്ട് വനത്തിൽ തന്നെയും കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കളയും എന്ന് പറഞ്ഞ് കൗസല്യയും അതിദീനയായിട്ട് കേണു തുടങ്ങി. ഈ നിലവിട്ട് വിലപിക്കുന്ന കൗസല്യയോട് അതുവരെ മിണ്ടാതെ നിന്ന ലക്ഷ്മണൻ പറഞ്ഞു, അമ്മേ വിഷമിക്കേണ്ട. സ്ത്രീജനായ രാജാവിനെ പിടിച്ചു കെട്ടി തടയാൻ വരുന്ന എല്ലാവരെയും വധിച്ച് ഞാൻ ഇന്ന് തന്നെ രാമാഭിഷേകം നടത്തുന്നുണ്ട്. അതിനുള്ള കൽപ്പം എനിക്കുണ്ട് എന്ന രോഷത്തോടെ വികാരാധീനനായി പറഞ്ഞ ലക്ഷ്മണനെ സമീപിച്ച് രാമൻ ആശ്വസിപ്പിച്ചു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ, വാൽമീകി രാമായണത്തിലെ രാമൻ ഒരു മനുഷ്യനായാണ് ഇതിൽ ഉടനീളം അവതരിപ്പിക്കപ്പെടുന്നത്, അവതാരമായല്ലോ. അതുകൊണ്ട് തന്നെ സർവ്വഗുണങ്ങളും തികഞ്ഞ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിത പ്രതിസന്ധികളെ നേരിടും എന്ന് കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടുപഠിക്കാനാണ് വാൽമീകി മഹർഷി നമ്മൾ മനുഷ്യർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നത്. അദ്ദേഹത്തെ നമുക്ക് അനുകരിക്കാനാവും അല്ലേ? ദൈവത്തെ പറ്റില്ലല്ലോ, മനുഷ്യനെയല്ലേ പറ്റുള്ളൂ. വനയാത്രയ്ക്ക് പോകുന്ന വാൽമീകിയുടെ രാമനെ പറ്റി ചിന്തിക്കുമ്പോൾ ഉത്തമ പുരുഷനെന്ന് നാരദർ വാഴ്ത്തിപ്പാടിയ ആ സദ്ഗുണങ്ങളെല്ലാം അദ്ദേഹത്തെ എങ്ങനെ രക്ഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. അധർമ്മത്തിൻ്റെ വേരറുക്കാനായിട്ടാണ് താൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പിതാവിൻ്റെ സംരക്ഷകനായ രാജാവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂരണത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം പോകുന്നത്. പോകുമ്പോൾ സീത കൂടെയുണ്ടെന്നോ ലക്ഷ്മണൻ വരുമെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. നേരെ തന്നെ പോരുന്ന വഴി തന്നെ റോഡിൻ്റെ രണ്ട് വശവും തന്നെ കാത്തു നിൽക്കുന്ന പ്രജകൾ സന്തോഷഭരിതരായി ആർത്ത് വിളിച്ച് ജയ് വിളിക്കുന്ന അവരുടെ ഇടയിൽ കൂടിയാണ് അദ്ദേഹം ഇവിടെ വന്ന് കയറുന്നത്. ഇവിടെ വന്ന് കയറിയപ്പോൾ ആ ജൈവിളികളെല്ലാം വീണ്ടും ഉയർന്ന് മുഴങ്ങുന്ന ആ ഒരവസരത്തിലും തനിക്ക് 14 വർഷത്തേക്ക് കാട്ടിലേക്ക് ആണ്, കാട് വനത്തിൽ വസിക്കാനാണ് തൻ്റെ യോഗം എന്നറിയുന്ന ആ രാമൻ അതേ ഒരു അവസ്ഥയിൽ തന്നെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ ആ വനത്തിലേക്ക് തിരിയുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഏത് മനുഷ്യനും അല്ലേ? അദ്ദേഹം വന്ന് കയറുമ്പോൾ അച്ഛൻ്റെ ആ ഒരു ദീനത കണ്ട് ഭയചകിതനാകുന്നുണ്ട്. പക്ഷേ ഇതാണ് കാര്യമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത് വളരെ ലഘുവായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഭരതന് രാജാവായിട്ട് കൊടുക്കാം, ഞാൻ കാട് വാഴാം, അതിനൊന്നും യാതൊരു തടസ്സവുമില്ല എന്നുള്ള രീതിയിൽ കാണുന്ന ആ ഒരു രാമനെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു. ഇനി ലക്ഷ്മണനോടുള്ള ഉപദേശമാണ്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം,
മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ യുക്തമതല്ലായെങ്കിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വന്യസന്തപ്ത ലോഹസ്താംബുബിംബുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവുമാലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമമെത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴിയമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാദവതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതും അറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നു മോരായികയാൽ. ആമകുംഭാമ്പു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാം റേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോനിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലാകെന്നറിയ നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാമവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യ കേൾ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറിയടോ.
മാതാപിതൃഭ്രാതൃമിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു കുപ്പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം, വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം, സന്തതം ശാന്തിയെ കാമസുരഭികേൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ, സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതാത്മാവുകേൾ. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി, തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി, നിർവികൽപ്പം പരം നിർവികാരം ഘനം. സർവൈകകാരണം സർവജഗന്മയം, സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസി ഭാവിച്ചു കൊൾക നീ, സാരജ്ഞനായ നീ കേൾ. സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുക നീ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ, പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടുമായാ വിമോഹങ്ങൾ മാനസത്തിങ്ക നിന്നാശു കളക നീ. മാനമല്ലോ പരമാപദാമാസ്പദം. സൗമിത്രി തന്നോടീ വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെപ്പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴ്കെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെക്കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടണം. അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവ് മോദാൽ അനുവദിച്ചിടുകിലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സുംഗസൈംനി ചേർത്താദരാൽ മൂർധ്നി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ. ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ചാ പത്മാസന, പുഷ്ടതയാബ്ധേ പുരുഷോത്തമാഹരേ, മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ. ഋത്രാരിമുമ്പായ ദിക്പാലകന്മാരെ, ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി, സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർത്തിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്ഥിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ. 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. തൊൽപാദ സേവാർത്ഥമായിന്നടിയനു ഇപ്പോൾ വഴിയെ വിടകൊൾവനെന്നുമേ മോദാലതിനായി അനുവദിച്ചിടണം. സീതാപതേ രാമചന്ദ്ര ദയാനിധേ, പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകിലേണാങ്കതുല്യവദന
രഘുപതേ. എങ്കിൽ നീ പോന്നു കണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടുവാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരൻ എങ്ങുമമ വല്ലഭ. ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതിരോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാപജനം കേട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിയിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊല്ലൂ ഭർത്താവേ. വിരവോട് വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നീ മൗലിമാലികേ കേൾക്ക നീ. മന്നവൻ കേകയപുത്രിയാം അമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടു പോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതുമെന്നെ വനത്തിനയക്കെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാനിന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീയതിന്നേതും മുടക്കം പറകൊല്ല. മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാഗാ ശശിമുഖിതാനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹവ്യാഘ്രസൂകര സൈരിഭവാരണവ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ. കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ. സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്ടമ്ല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മലവ്യഞ്ജനാഭൂപാന്നപാനാദി സന്മധുക്ഷീരങ്ങളിലൊരു നേരവും. നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കരാ ദുർമാർഗമെത്രയും. കണ്ടകവൃന്ദവും നേരെ പെരുവഴിയുമറിയാവതെല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ. ശീതവാതാതപപീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറിയടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയുമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥാ, പതിവ്രതയാം ധർമ്മപത്നി ഞാൻ. ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ല ദയാനിധേ.
പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധവും സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോശ്ചിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ. നീ വെടിഞ്ഞിടൊലാ ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം. ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവരരാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസനത്തിനെന്നു പോയിട്ടുള്ളു. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം. പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവഴി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരം അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി. കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളുമർത്ഥം അവധിയില്ലാതോളം ആദരാൽ സദൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നുടെ സേവകന്മാരായ ഭൂദേവ സപ്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്നിതശ്രുജലങ്ങളും. ജാനകീദേവിയും അൻപോടരുന്ധതിക്കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു. സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു. തനയനു പിന്നെ ഉപദേശവാക്കുമുര ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയെ. മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും. തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേവരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവഴി നാനാ ജഗദഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിന്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ
രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധസ്മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ചു പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലയോളവും ഇന്നിതു തോന്നുവാൻ എന്തോരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയപുത്രിക്കു രണ്ടുവരം നൃപനേകിനാൻ പോലതു കാരണം. രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കിന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവമരുൾ ചെയ്തിതന്നേരം. ഇനി രാമസീത തത്വമാണ്. ഇത് നാളെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.